ഹായ് ഫ്രണ്ട്സ്, LP-UP രക്ഷാതന്ത്രത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ടൈം ടേബിൾ പ്രകാരം ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക് എന്ന് പറയുന്നത് 4 ടോപ്പിക്സുകളാണ്, 4 യൂണിറ്റുകളാണ്. ആ 4 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളുണ്ട്, അഭിപ്രേരണയുണ്ട്, അഭിക്ഷമതയുണ്ട്, സമായോജന തന്ത്രങ്ങൾ. ഈ 4 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കി വയ്ക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പഠനത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത സമീപനങ്ങളിൽ വ്യവഹാരവാദം പഠിക്കേണ്ടതാണ്. അപ്പോൾ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? വ്യവഹാരവാദം രൂപം കൊണ്ട രാജ്യം അമേരിക്കയാണ്. വ്യവഹാരവാദം എന്നുള്ളൊരു പദത്തിനെ വില്യം മക്ഡൂഗലും പിൽസ്ബറിയുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ആ ഒരു സംജ്ഞയെ ഒരുപാട് അങ്ങോട്ട് പ്രചരിപ്പിച്ചത് JB വാട്സൺ ആണെന്ന് നമുക്കറിയാം. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ JB വാട്സൺ ആണ് അങ്ങ് പ്രചരിപ്പിച്ചത്. അദ്ദേഹം സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന ഗ്രന്ഥത്തിലൂടെ ഈ വ്യവഹാരവാദം എന്നുള്ള ഒരു സംജ്ഞയെ ലോകമെമ്പാടും അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് JB വാട്സൺ പറയുകയാണ്, വ്യവഹാരവാദമാണ് അന്നത്തെ കാലത്ത് കൊടികുത്തി വാണ ഒരു വാദം അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത് വ്യവഹാരവാദമായിരുന്നു. സോ അദ്ദേഹം പറയുകയാണ്, വ്യവഹാരവാദമാണ് മനഃശാസ്ത്രമെന്നും ഒരു പഠിതാവിനെ അവൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും അഭിപ്രായപ്പെടുന്നതാണ് വ്യവഹാരവാദം എന്ന് JB വാട്സൺ അഭിപ്രായപ്പെടുന്നു. ഇനി SR ബന്ധങ്ങൾ, നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസമാണ് പഠിക്കേണ്ടത് എന്ന് വാദിച്ച അദ്ദേഹം SR ബന്ധങ്ങളിൽ അധിഷ്ഠിതമായാണ് പഠനം നടക്കുന്നത് എന്ന് പ്രതിപാദിച്ചു. അപ്പോൾ ഈ SR ബന്ധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ചോദക പ്രതികരണ ബന്ധങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ചോദക പ്രതികരണ ബന്ധങ്ങളെ അനുകൂലിച്ചുകൊണ്ട് മനഃശാസ്ത്രജ്ഞർ അതായത് 4 മനഃശാസ്ത്രജ്ഞർ 4 സിദ്ധാന്തമുണ്ടാക്കി. അതിലൊന്നാമത്തേതാണ് പാവലോവിൻ്റെ പൗരാണിക അനുബന്ധനം, രണ്ടാമത്തേതാണ് തോണ്ടേക്കിൻ്റെ ബന്ധസിദ്ധാന്തം, അതല്ലെങ്കിൽ സംബന്ധ സിദ്ധാന്തം, അതല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം. ഇനി മൂന്നാമത്തെ സിദ്ധാന്തമാണ് സ്കിന്നറുടെ പ്രബലന സിദ്ധാന്തം അഥവാ സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധനം അഥവാ പ്രക്രിയാനുബന്ധനം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ സിദ്ധാന്തമാണ് ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തം. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇതാണ്, പ്രബലന സിദ്ധാന്തം ഹള്ളിൻ്റെതാണ്. പ്രബലനം എന്ന പദത്തിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൾ ആണ് എന്ന് വേണം പറയുന്നതിന് വേണ്ടി. അപ്പോൾ വ്യവഹാരവാദം ഏകദേശം നമുക്ക് അറിയാം, SR ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ പഠനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന സമീപനമായിരുന്നു വ്യവഹാരവാദത്തിൻ്റേത്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വൈജ്ഞാനികവാദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പിയാഷെ, ബ്രൂണർ, ഡേവിഡ് ഒസുബെല, സുഷുമാൻ എന്നിവരാണ്. വൈജ്ഞാനികവാദികൾ എന്നറിയപ്പെട്ടിരുന്നത് പിയാഷെ, ബ്രൂണർ, ഡേവിഡ് ഒസുബെല, സുഷുമാൻ എന്നിവരാണ്. അപ്പോൾ ഇവർ പറയുന്ന വൈജ്ഞാനികവാദികൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പഠിതാവ് അറിവ് സ്വീകരിക്കുകയും സംസ്കരിക്കുകയും സാംശീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് വൈജ്ഞാനികവാദം എന്ന് പറയുന്നത്. അപ്പോൾ വൈജ്ഞാനികവാദത്തിൽ എന്തിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഒരു പഠിതാവ് അറിവ് സ്വീകരിക്കുകയും സംശീകരിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നു. അവിടെ ഓർമ്മ, പഠനം, പ്രത്യക്ഷണം, വികാരം, വിചാരം, മാനസിക പ്രവർത്തനങ്ങൾ, മാനസിക പ്രക്രിയ, ഇതിനൊക്കെയാണ് വൈജ്ഞാനികവാദത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് നമുക്ക് കാണാനുള്ളത് ജ്ഞാനനിർമ്മിതിവാദം. അപ്പോൾ വൈജ്ഞാനികവാദത്തിൽ ഒരു പഠിതാവ് അറിവ് സ്വീകരിക്കുന്ന പ്രക്രിയയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ ജ്ഞാനനിർമ്മിതിയിൽ ഒരു പഠിതാവ് അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു പഠിതാവ് അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് ജ്ഞാനനിർമ്മിതിയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കാണാനുള്ളതാണ് ആ ജ്ഞാനനിർമ്മിതിയുടെ പിയാഷെ, ബ്രൂണർ ജ്ഞാനനിർമ്മിതിയുടെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്നത്.
സാമൂഹിക സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താ പറയുന്നത്? സാമൂഹിക ജ്ഞാനനിർമ്മിതിയിൽ എന്താ? സമൂഹവുമായുള്ള ഇടപഴകലിലൂടെയാണ് ഒരു പഠിതാവ് അറിവ് നിർമ്മിക്കുന്നത്. സമൂഹവുമായുള്ള ഇടപഴകലിലൂടെയാണ് ഒരു പഠിതാവ് അറിവ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നതാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താവ് ആരാണ്? വൈഗോട്സ്കി ആണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കൂ അല്ലെ. ഇനി സമൂഹവുമായുള്ള ഇടപഴകലിനെ കാണിക്കുന്നതിന് വേണ്ടി വൈഗോട്സ്കി സംഭാവന ചെയ്ത പഠന രീതികളാണ് സഹകരണ പഠനം, സഹവർത്തിത പഠനം, സംഘപഠനം, പ്രതിക്രിയ അധ്യാപനം, അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ്, അതുപോലെ സംവാദാത്മക പഠനം. സഹകരണ പഠനം, സഹവർത്തിത പഠനം, സംഘപഠനം, സംവാദാത്മക പഠനം, പ്രതിക്രിയാധ്യാപനം എന്നീ 5 രീതികളാണ് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം അത്രയും കഴിഞ്ഞു സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം. കഴിഞ്ഞാൽ മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച്. നമുക്കറിയാം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് അഥവാ മനോവിശ്ലേഷണ സമീപനത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു ഒന്ന് കാൾ യുങ്, രണ്ടാമത്തേത് ആൽഫ്രഡ് ആഡ്ലർ എന്ന് പറയുന്ന 2 വ്യക്തികൾ. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ സമീപന സൈദ്ധാന്തികർ പറയുന്നത് ഒരു വ്യക്തിയുടെ ബാല്യകാല അനുഭവങ്ങളാണ് അയാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ബാല്യകാല അനുഭവങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യ മനസ്സിനെ ഒരു വട്ടമെടുക്കുകയാണെങ്കിൽ മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായി തിരിച്ചു: ബോധതലം, ഉപബോധതലം, അബോധതലം. ഇതിൽ അദ്ദേഹം പറയുന്ന മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം എന്ന് പറയുന്നത് അബോധ മനസ്സാണ്. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം അബോധ മനസ്സാണ്. ഈ അബോധ മനസ്സിൽ വന്ന് കിടക്കുന്ന സംഗതികൾ, അത് വേദനാജനകമായ അനുഭവങ്ങളാവാം, സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളാവാം, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം തന്നെ എന്താണ് നമ്മുടെ വ്യക്തിത്വത്തിൽ തെളിഞ്ഞു കാണാം. നമ്മുടെ മാനസിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നത് നമ്മൾ ദമനം ചെയ്യപ്പെട്ട അബോധ മനസ്സിലേക്ക് ദമനം ചെയ്യപ്പെട്ട ഇതുപോലുള്ള വികാരങ്ങളും വിചാരങ്ങളുമാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അദ്ദേഹം അതോടൊപ്പം തന്നെ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ മനസ്സിന്റെ 3 ഘടനകളെ തരംതിരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ പോരുന്ന മാനസിക ഘടകം, മനസ്സിന്റെ ഘടകമാണ്. അത് ആനന്ദ തത്വത്തിൽ, അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിളിൽ ബേസ്ഡ് ആണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ആനന്ദം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കടമ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഈഗോ എന്ന് പറയാം. ഈഗോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യ തത്വമാണ്. ഇതിൽ നിന്നാണ് ഈഗോ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ ചീത്ത പ്രവർത്തികളെയൊക്കെ പിടിച്ചു കെട്ടുന്നത് ഈഗോയാണ്. ഇനി 3ാമത്തെ തലമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ഐ തിങ്ക് ആ ഫിലിമാണ് അല്ലേ. അതിനകത്ത് വീട്ടിൽ വെച്ചിരുന്ന കോഴിക്കറിയും മീൻകറിയും എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് അവിടെ ഒരു അമ്പലം അത്രയും സാൻമാർഗികമായിട്ട് അമിതമായ ഡെപ്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അല്ലേ. അങ്ങനെ ഈ ഇതും സൂപ്പർ ഈഗോയും കടന്നു പോയാൽ, അമിതമായാൽ അതൊരുപാട്, അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അമിതമായാൽ പ്രശ്നമാണ്. അപ്പം ഇതിനെ ആണെങ്കിലും സൂപ്പർ ഈഗോയെ ആണെങ്കിലും പിടിച്ചു കെട്ടി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഈഗോയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ഈഗോയെ മനുഷ്യ മനസ്സിന്റെ കാവൽക്കാരൻ, നിയന്ത്രണാധികാരി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പോലീസുകാരൻ എന്നീ പേരുകളിട്ടാണ് ഈഗോയെ വിളിക്കുക. ഇനി അടുത്ത ഒരു വാദമാണ് മാനവികതാവാദം. മാനവികതാവാദത്തിൽ പറയുന്നത് മനുഷ്യനെ ഒരു സ്വതന്ത്ര ജൈവ ഭൗതിക സാമൂഹിക വ്യക്തിയായി കാണുക. അതായത് ഒരു മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ സ്വാതന്ത്ര്യം, ലക്ഷ്യം, ആഗ്രഹങ്ങൾ ഇതൊക്കെ നടത്താൻ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് മാനവികതാവാദം. ബാക്കി എല്ലാത്തിടത്തിലും ഇപ്പം മനോവിശ്ലേഷണത്തിൽ പറയുന്നു അബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. ജ്ഞാനനിർമ്മിതിയിൽ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ്. വൈജ്ഞാനികവാദം എന്നാൽ അറിവ് സ്വീകരിക്കുന്ന പ്രക്രിയയാണ്. വ്യവഹാരവാദം എന്നാൽ നിരീക്ഷണ പെരുമാറ്റങ്ങൾക്കാണ് പ്രാധാന്യം അല്ലെ. ഇങ്ങനെ അവർ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ മാനവികതാവാദികൾ ഒരു വ്യക്തിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്നത് നമുക്ക് കാണാനായിട്ട് ഒരു ജൈവ ഭൗതിക സാമൂഹിക വ്യക്തിയൊക്കെ ആയിട്ടാണ്. അതായത് മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നടത്താൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ മാനവികതാവാദത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആത്മസാക്ഷാത്കാരമാണ് മാനവികതാവാദത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി
പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളിൽ നമ്മൾ കണ്ടത് ഏതൊക്കെയാണ്? വ്യവഹാരവാദം, വൈജ്ഞാനികവാദം, ജ്ഞാനനിർമ്മിതിവാദം, മനോവിശ്ലേഷണ സമീപനം, മാനവികതാവാദം. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പഠന സമീപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു യൂണിറ്റിലേക്ക് ഞാൻ കടന്നു പോവുകയാണെങ്കിൽ അഭിപ്രേരണയിലേക്കാണ് പോവുക. അഭിപ്രേരണ, മോട്ടിവേഷൻ. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ജീവിയെ ചലിപ്പിക്കുന്ന പ്രക്രിയയാണ് മോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളിൽ വ്യവഹാരവാദമായിട്ടും വൈജ്ഞാനികവാദമായിട്ടും ജ്ഞാനനിർമ്മിതിവാദമായിട്ടും മനോവിശ്ലേഷണത്തിൽ നിന്നും മാനവികതാവാദത്തിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് റിവിഷൻ ടൈമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടിട്ട്. അപ്പം ഇത്രയും ബേസിക്കലി അതിനകത്ത് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ആ നോട്ടൊന്നും എടുത്ത് വായിച്ചു നോക്കി പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഭിപ്രായം. ഇത്തിരി താമസിച്ചു പോയിട്ടോ, ഇന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി വീഡിയോ ഇടാൻ. പക്ഷേ ഇത് ഇന്ന് തീർക്കുക, അല്ലെങ്കിൽ നാളെ മോർണിംഗ് ഒരു 10-ന് മുമ്പായിട്ട്, നാളത്തെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് തീർത്തിരിക്കണം, മസ്റ്റാണ്. പിന്നെ സയൻസിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ടൈം ടേബിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ എനിക്കൊരു 2, 3, 4 ദിവസം സമയം തരണം. എന്നെ കേട്ടിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ 2 ഡ്യൂട്ടീസ് ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് സമയം വേണം ഈ സയൻസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് റെഡിയാക്കാൻ വേണ്ടി. അപ്പം ഇതൊന്ന് പഠിച്ചു പോകുക കേട്ടോ. ഒരു 2-3 ദിവസത്തേന് സൈക്കോളജി തന്നെ ഫോക്കസ് ചെയ്യാൻ ശേഷം ഞാൻ സമയം കൺവേർട്ട് ചെയ്തിട്ട് ഓരോന്നിനെയും സമയം ഡിവൈഡ് ചെയ്തിട്ട് തരാം. ഇനി അഭിപ്രേരണ. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ജീവിയെ ചലിപ്പിക്കുന്ന പ്രക്രിയ എന്നാണ് അർത്ഥം, അല്ലേ? നമുക്കറിയാം, ഒരു പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്താവശ്യമാണ്? അഭിപ്രേരണ ആവശ്യമാണ്, അല്ലേ? ഈ ചാനലിൽ തന്നെ മക്കളെ ഈ ടോപ്പിക്കുകൾ റിലേറ്റഡ് ആയിട്ട് അത്യാവശ്യം ബേസ് ആയിട്ടുള്ള നോളജ് ചാനലിൽ തന്നെയുണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നുമല്ല, വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആകുന്ന രീതിയിൽ വളരെ ഷോർട്ട് ടൈമിൽ 8 മിനിറ്റ്, 10 മിനിറ്റ്, 12 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂർ തികച്ചൊരു ക്ലാസ് ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോസിൽ ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഓരോരോ ടോപ്പിക്കുകൾ കിടക്കുന്ന കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഊർജത്തിനെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അഭിപ്രേരണ ചക്രത്തിൽ 5 ഘട്ടങ്ങളാണുള്ളത്. ഏതാണ്? നമുക്കറിയാം, ഒരു ആവശ്യം നമുക്കുണ്ടാവണം. ആ ആവശ്യം നമ്മളിൽ ഒരു പ്രേരണയുണ്ടാക്കും. അപ്പോൾ ആവശ്യം, പ്രേരണ. ഇനി ഈ പ്രേരണ നമ്മളിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയാണ്. ആ സംഘർഷത്തെ ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പ്രവർത്തനം നമ്മളെ സംതൃപ്തിയിൽ കൊണ്ടെത്തിക്കുന്നു. അതാണ് അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. അപ്പം ആവശ്യം, പ്രേരണ, സംഘർഷം, പ്രവർത്തനം, സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പ്രബലനം ലഭിക്കണമെന്നാണ് പറയുന്നത്. 2 തരം അഭിപ്രേരണയുണ്ട്. 2 തരം, ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും. ഓർത്തു വയ്ക്കണം, ആന്തരികം എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന അഭിപ്രേരണ. ബാഹ്യ അഭിപ്രേരണ എന്ന് വെച്ചാൽ ടീച്ചറോ അധ്യാപകനോ രക്ഷകർത്താക്കളോ കൂട്ടുകാരോ തരുന്ന അഭിപ്രേരണയല്ല. പകരം എന്താണ്? ഒരു സമ്മാനമോ പ്രശംസയോ ഗ്രേഡോ ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെ ബാഹ്യ അഭിപ്രേരണ. ഓർത്തു വയ്ക്കണേ, ആന്തരികവും ബാഹ്യവും എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കി പഠിച്ചു വയ്ക്കണം. അഭിപ്രേരണ ചക്രം പഠിച്ചു വയ്ക്കണം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്ന നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം 1951 മക്ലെലൻഡ് ആണ് നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എൻ്റെ മാനസിക സംഘർഷത്തിനെ ലഘൂകരിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്തിലേർപ്പെടുന്നത്? പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പകരം എന്തിനു വേണ്ടിയാണ്? എൻ്റെ തനതായ നേട്ടങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. എൻ്റെ തനതായ നേട്ടങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഞാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നാണ് നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തത്തിൻ്റെ വക്താവ് പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കുട്ടികളിൽ എങ്ങനെ അഭിപ്രേരണ വളർത്താം? ചോദ്യങ്ങൾ ചോദിച്ചാൽ, ജിജ്ഞാസ വളർത്തി, ഇങ്ങനെ കുറച്ച് പോയിന്റുകളാണ് നമുക്കറിയാവുന്ന. ആ ഒരു ടോപ്പിക് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഭിപ്രേരണ എന്നുള്ളത്. അപ്പം പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾക്ക് ഒരു 15 മിനിറ്റ്, അഭിപ്രേരണ ഒരു 15 മിനിറ്റ് പഠിക്കാനുള്ളൂ. ഇനി നാളെ നേരം വെളുത്ത് എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ എന്ത് പഠിക്കണം? ഈ 4 യൂണിറ്റും ഒന്ന് വായിച്ചു നോക്കിയിട്ട് നാളത്തെ അടുത്ത യൂണിറ്റിലേക്ക് കടന്ന് ചെല്ലാവുള്ളൂ കേട്ടോ. ഇനി അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്. നമുക്കറിയാം, ആറ്റിറ്റ്യൂഡും ഉണ്ട് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, അല്ലേ? ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം, നമ്മുടെ മനോഭാവമൊക്കെയാണ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേക പരിശീലനം കൊണ്ട് ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശേഷിയെയാണ്
അഭിരുചി, അഭിക്ഷമത എന്ന് പറയുന്നത്. അഭിരുചി ശോധകം എന്ന് പറയുമ്പോൾ അഭിരുചി അളക്കുന്നത് അഭിരുചി ശോധകങ്ങൾ കൊണ്ട്. എന്തിനാ ഈ അഭിരുചി ശോധകങ്ങൾ ഉപയോഗിച്ച് അഭിരുചി അളക്കുന്നത്? തൊഴിലിന് പരിശീലനം നൽകാൻ, തൊഴിലിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ മാർഗദർശനം നൽകാൻ വേണ്ടിയൊക്കെയാണ് ഈ അഭിരുചി ശോധകങ്ങൾ നടത്തുന്നത്. അപ്പോൾ അഭിരുചി ശോധകങ്ങൾ 3 തരമാണുള്ളത്. ഒന്ന് സാമാന്യ അഭിരുചി ശോധകങ്ങൾ, 2 സവിശേഷ അഭിരുചി ശോധകങ്ങൾ, 3 കായികക്ഷമത അഭിരുചി ശോധകങ്ങൾ. ഇനി സാമാന്യ അഭിരുചി ശോധകങ്ങൾ എന്ന് പറയുന്നത് 2 തരമാണ്. ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററിയും 2 ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. ഓക്കെ, ഇനി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ബഹുമുഖ അഭിരുചി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ്? അക്കാദമിക നേട്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അളക്കുന്നത്. അക്കാദമിക നേട്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള 8 തരത്തിലുള്ള വ്യത്യസ്ത ഘടകങ്ങളെ അളന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് സവിശേഷ അഭിരുചി. അതായത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സവിശേഷമായ അഭിരുചി അളക്കാൻ, സംഗീത അഭിരുചി, സൗന്ദര്യ ആസ്വാദന അഭിരുചി, കായികക്ഷമത അഭിരുചി, യാന്ത്രിക അഭിരുചി, ഇതൊക്കെ ഒരു വ്യക്തിയിൽ സവിശേഷമായി കാണുന്ന അഭിരുചികളാണ് അല്ലെ. അവയെ അളക്കാൻ വേണ്ടിയാണ് സവിശേഷ അഭിരുചി ശോധകങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി കായികക്ഷമത, അതായത് നമ്മൾ ഈ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരെ വിരലും ഭുജവും തമ്മിലുള്ള സ്പീഡും ഒക്കെ നോക്കാറുണ്ട് അല്ലെ. അതിനുവേണ്ടി അളക്കുന്ന 2 ശോധകങ്ങളാണ് മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്, DEXTIRITY. എന്താണ് മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്? ഒന്നുകൂടെ പേര് പറഞ്ഞ കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാം. മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ഒരു ഡാഷ് ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് ഉത്തരം എഴുതണം? അഭിരുചി ശോധകമാണ് എന്നുള്ള ഉത്തരം വേണം അവിടെ എഴുതുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഓ കോണറുടെ ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്, ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റും എന്താണ്? ഒരു അഭിരുചി ശോധകമാണ്. കോണറുടെ ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റും ഒരു അഭിരുചി ശോധകമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് അഭിരുചി എന്നാൽ എന്ത്. അഭിരുചി ശോധകങ്ങളിൽ സാമാന്യ അഭിരുചി ശോധകം, സവിശേഷ അഭിരുചി ശോധകം, കായികക്ഷമത അഭിരുചി ശോധകം. സാമാന്യ അഭിരുചി ശോധകത്തിൽ 2 ടെസ്റ്റ് ബാറ്ററികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വയ്ക്കുക. അതിൽ ബഹുമുഖ അഭിരുചി അളക്കാൻ GATBയും വിദ്യാഭ്യാസപര അക്കാദമിക നേട്ടങ്ങളെ അളക്കാൻ DATയും ഉപയോഗിക്കുന്നു. സവിശേഷ അഭിരുചി ശോധകം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സവിശേഷമായ അഭിരുചി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? യാന്ത്രിക അഭിരുചി, ക്ലറിക്കൽ അഭിരുചി, സൗന്ദര്യാസ്വാദന അഭിരുചി, സംഗീത അഭിരുചി. ഇനി കായികക്ഷമതയ്ക്ക് 2 ഉദാഹരണമാണ് മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റും കോണറുടെ ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റും എന്ന് പറയുന്നത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അഭിക്ഷമത ഇവിടെ ശുഭം. ഇനി ഈ അഭിക്ഷമത പഠിക്കാനും നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം? ഒരു 15 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ 1/2 മണിക്കൂറും കഴിഞ്ഞിട്ട് 3/4 മണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ആ നോട്ട് എടുത്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ മക്കളെ. സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ 21 ഉണ്ട് അല്ലെ. 21 എണ്ണത്തിൽ ഒന്നാമത്തേതാണ് ദമനം എന്ന് പറയും. ദമനം എന്ന് വെച്ചാൽ എന്താ? വേദനാജനകമായ അനുഭവങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് തള്ളിത്താഴ്ത്തുന്നു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ നാക്കുപിഴവുകൾക്കും അക്ഷരപ്പിഴവുകൾക്കും കാരണം ദമനമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തേതാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. നമ്മുടെ ബലഹീനത മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം താഴെ പോയി ആ ചില്ല് ഗ്ലാസ് പൊട്ടി. ഉടനെ അടുത്ത് നിന്ന മോനോട് ഞാൻ പറയണം, നീ ഇവിടെ വന്ന് നിന്നത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോയി പൊട്ടാനിടയായത്. അതായത് എൻ്റെ കുറ്റങ്ങൾ മറ്റൊരാളിലേക്ക് ആരോപിക്കുന്ന പ്രവണതയാണ് പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് താതാത്മീകരണം. അതായത് ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാണ്, എൻ്റെ സംഘത്തിൻ്റെ വിജയത്തിൽ ഞാൻ അമിതമായ സന്തോഷം കണ്ടെത്തുന്നു. ഇനി എന്താണ്? ഒരു മുതിർന്ന വ്യക്തിയുമായി തന്മയീഭാവം, അയാളാണ് ഞാനെന്ന് മനസ്സിൽ കരുതി അയാളുടെ വിജയങ്ങളെല്ലാം എൻ്റെ വിജയങ്ങളായി കണ്ട് സന്തോഷിക്കുന്ന പ്രവണതയാണ് താതാത്മീകരണം എന്ന് പറയുന്നത്. എന്താണ്? ഐഡന്റിഫിക്കേഷൻ അഥവാ താതാത്മീകരണം എന്ന് പറയുന്നു. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വരാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനു 1ാം ക്ലാസ്സുകാരനായ തൻ്റെ അനിയന് കിട്ടിയ ട്രോഫിയിൽ സന്തോഷം പുലർത്തുന്നത് കാണുന്നു. അവളിൽ കാണുന്ന സമായോജന തന്ത്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. താതാത്മീകരണമാണ്. ഓക്കെ, ഇനി അടുത്തതാണ്
യുക്തീകരണം റാഷണലൈസേഷൻ, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയും മധുരിക്കുന്ന നാരങ്ങ ശൈലിയും എന്ന് പറയാം. അതായത് തൻ്റെ തെറ്റുകളെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന പ്രവണതയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഉദാത്തീകരണം. സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്ന ആശയമാണ് ഉദാത്തീകരണം. അതായത് അസ്വീകാര്യമായ കാര്യങ്ങളെ സ്വീകാര്യമായ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ ലൈംഗികമായിട്ടുള്ള, ഇപ്പം നമ്മളൊരു കവലയിൽ ഒരു 10 പേരെ വിളിച്ചു കൂട്ടിയിരുന്ന നമ്മുടെ ലൈംഗികത പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കാൻ തയ്യാറാവില്ല. പക്ഷെ അത് സിനിമകളിലൂടെയും ലേഖനങ്ങളിലൂടെയും പുറത്തു വരുമ്പോഴോ അത് നമ്മൾ ഭയങ്കര ഒരു എന്താണ് ഒരു മാസ്റ്റർ പീസ് ആയിട്ട്, അല്ലെ, മാഗ്നം ഓപ്പസ് ആയിട്ട് നമ്മൾ അതിനെ കാണും. മാഗ്നം ഓപ്പസ് എന്ന് വെച്ചാൽ ഗ്രേറ്റ് ലിറ്റററി വർക്ക് എന്നാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ വായിക്കാനായി ശ്രമിക്കും. അതാണ് അസ്വീകാര്യമായ കാര്യങ്ങളെ സ്വീകാര്യമായ പാതയിലേക്ക് വിടുന്നു. പക്ഷെ നമ്മളൊരു അധ്യാപക വിദ്യാർത്ഥി ആയതുകൊണ്ട് ആ രീതിയിലുള്ള എക്സാമ്പിളാണ് വരുന്നത്. അങ്ങനെ ചോദിച്ചാൽ കുട്ടികളില്ലാത്തൊരു വ്യക്തി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെയെങ്കിൽ അവയാളിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഉദാത്തീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്താണ് ആക്രമണം എന്ന് പറയുന്നു. ആക്രമണം മോഹഭംഗത്തിൽ നിന്നും ഉടലെടുക്കുന്ന സമായോജനാന്തരം. തൻ്റെ മോഹഭംഗത്തിന് ഉറവിടമായ പ്രഭവത്തെ തകർക്കുക എന്നുള്ളതാണ് ആക്രമണം. അതായത് എന്നെ ഒരാൾ, ഇപ്പൊ വരുൺ ദേവ് എന്ന് പറയുന്ന ഒരാൾ എന്നെ കളിയാക്കി, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ ആ ഒരു മോഹഭംഗത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വരുൺ ദേവ് ആണ്. അപ്പൊ അവനെ ഉപദ്രവിച്ചാൽ, അല്ലെ അവനോട് എന്തെങ്കിലും തിരിച്ചു ചെയ്താൽ എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യും. അതാണ് ആക്രമണം എന്ന് പറയുന്നത്. അടുത്താണ് അനുപൂരണം. ആ പേര് അനുപൂരണമാണ് കേട്ടോ. അനുപൂരണം എന്ന് വെച്ചാൽ എന്താണ്, കോമ്പൻസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതായത് അക്കാദമിക വിഷയങ്ങളിൽ പരാജിതനാകുന്ന ഒരു വിദ്യാർത്ഥി കായിക പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അനുപൂരണം എന്ന് പറയുന്നത്. അനുപൂരണം അഥവാ തെറ്റുപറ്റരുത്, അനുപൂരണം. അനുരൂപീകരണം വേറെ, അനുപൂരണം വേറെ. ഓക്കെ. ഇനി അടുത്താണ് പശ്ചാത്ഗമനം അഥവാ പ്രതിഗമനം. 2 പേരുണ്ട് കേട്ടോ. വ്യക്തി ജീവിതത്തിൻ്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവണത. അതായത് എനിക്കൊരു മോനുണ്ടായി, അവന് 5 വയസ്സ് വരെ ലാളിച്ച് വളർത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇളയ കുഞ്ഞുണ്ടായി. അപ്പോൾ ഇളയ കുഞ്ഞ് കിടക്കയിൽ മൂത്രം ഒഴിക്കുമ്പോഴും വിരൽ വായിലിട്ട് ഊറുമ്പോഴും ഒക്കെ ഞാൻ സ്നേഹത്തോടെ ആണ് അവനെ കൊഞ്ചിച്ചാണ് വിരലെടുത്ത് മാറ്റുന്നതും ആ മൂത്രം ഒഴിച്ച് തുണികളൊക്കെ എടുത്ത് മാറ്റി അവനെ പുതിയ ഡയപ്പറൊക്കെ ഇടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന മൂത്തകുട്ടി വിചാരിക്കുന്നത് ഞാനും കിടക്കയിൽ മൂത്രം ഒഴിക്കുമ്പോൾ അമ്മ എന്നോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യും. അങ്ങനെ ഒരു അറ്റൻഷൻ വേണ്ടി അവനും എന്ത് ചെയ്യാണ്, കിടക്കയിൽ മൂത്രം. അതായത് അവൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞ് അവൻ ഇങ്ങ് പോകുന്നു. എന്നിരുന്നാൽ തന്നെ വീണ്ടും അവൻ കിടക്കയിൽ മൂത്രം ഒഴിക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രവണത. വികസനത്തിൻ്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവണതയാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇനി നിഷേധം. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോട് നമ്മൾ കാണിക്കുന്ന ഒരു തന്ത്രമാണ് എന്ത്, നിഷേധം. ഡീനിയൽ എന്ന് പറയുന്നത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക എന്നുള്ള പ്രവണതയാണ്. നെഗറ്റിവിസം ഇത് തന്നെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അപ്പാടെ അവഗണിക്കുന്ന ഒരു പ്രേരണയാണ് ഈ നിഷേധവൃത്തി, നെഗറ്റിവിസം എന്ന് പറയുന്നത്. നിരാശ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും പറയുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യം. നമ്മൾ ഭയങ്കര ഡിപ്രഷനിലായിരിക്കുമ്പോൾ ഒന്ന് മാറാമോ, ലിവ് മീ എലോൺ എന്നൊക്കെ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, അല്ലേ. എന്താണ് നമ്മൾ ആ ഒരു നമുക്കങ്ങ് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഒരു മനസ്സിലാകുകയാണ് ആ ഒരു സമയം. നിഷേധവൃത്തി. സഹാനുഭൂതി പ്രേരണം. അതായത് നമുക്കൊരു പ്രശ്നങ്ങളും വിഷമതകളും ഒക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി ആ പ്രശ്നത്തിന്, ഇപ്പം ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു പോവാൻ ഞാൻ അമ്മയുടെ അരികം വന്ന് പറയുകയാണ്, അമ്മേ ആ ടീച്ചർ പക്ഷാഭേദം കാണിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ തോറ്റുപോയതെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, അമ്മയുടെ സഹാനുഭൂതി നേടി എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു തന്ത്രം. അതാണ് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നത്. കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു സമായോജന തന്ത്രമാണ് ഭ്രമകൽപ്പന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചില ആഗ്രഹങ്ങളൊന്നും നടന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങനെ ദിവാസ്വപ്നം കണ്ട് ആഹാ ഞാൻ കൊടികടിച്ച ആറിൽ ഇങ്ങനെ കളക്ടറായി പോകുന്നു, ഇതൊക്കെ ദിവാസ്വപ്നം കാണാറുണ്ട്. ഇതാണ് പ്രതിക്രിയാ വിധാനം, റിയാക്ഷൻ ഫോർമേഷൻ. എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി, ആ വ്യക്തിയോട് പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ഇഷ്ടത്തോടെ സംസാരിക്കും. റിയാക്ഷൻ ഫോർമേഷൻ അഥവാ പ്രതിക്രിയാ വിധാനം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു സമായോജന തന്ത്രമാണ് അന്തർക്ഷേപണം, ഇൻട്രോജക്ഷൻ എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ ഒരാളുമായിട്ട് അടുത്തിടപഴകി, അങ്ങനെ ഞാൻ അറിയാതെ തന്നെ അവരിലെ കുറേ ക്വാളിറ്റീസ് എന്നിലേക്ക് വന്ന് ചേരുക, അവരുടെ സംസാര രീതികൾ, അവരുടെ ക്വാളിറ്റീസൊക്കെ എന്നിലേക്ക് വന്ന് ചേരുന്ന രീതിയായാണ് അന്തർക്ഷേപണം. മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമൊക്കെ പെരുമാറ്റത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്ന ഈ അന്തർക്ഷേപണത്തിലൂടെയാണെന്ന് പറയും.
ഇനി അടുത്തതാണ് ഇമോഷണൽ ഇൻസുലേഷൻ അഥവാ വൈകാരിക അകൽച്ച. അതായത് നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ പരാജയം പറ്റുമോ എന്നുള്ളൊരു പേടി നമ്മളിൽ ഉണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ പ്രവൃത്തിയിൽ ഓടിയാലല്ലേ തോറ്റു പോകുള്ളൂ, ഞാൻ ഓടുന്നില്ല, ഞാൻ ഓടാൻ പോകുന്നില്ല, ഓടിയാലാണ് ഞാൻ തോറ്റു പോകുക, എനിക്ക് ഓടാൻ ഇപ്പം മനസ്സില്ല എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഇൻസുലേഷൻ, പേടി, ഭയം കൊണ്ടുണ്ടാവുന്നതാണ് ഇമോഷണൽ ഇൻസുലേഷൻ. അടുത്താണ് ഈഗോ സെൻട്രിസം, അഹം കേന്ദ്രീകത്വം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രം. കൊച്ചുകുട്ടികൾ അവരുടെ കാര്യം നടത്താൻ വേണ്ടി കരച്ചിലാണ് ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. അറ്റൻഷൻ ഗെറ്റിംഗ്, ശ്രദ്ധാഗ്രഹണവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുട്ടികൾ കാണിക്കുന്ന ഒരു സമായോജന തന്ത്രമാണ് അറ്റൻഷൻ ഗെറ്റിംഗ് അഥവാ ശ്രദ്ധാഗ്രഹണം എന്ന് പറയുന്നത്. ഇനി ഒട്ടകപക്ഷി മനോഭാവം, ഓസ്ട്രിച്ച് മെത്തേഡ് എന്ന് പറയും. ഈ ഒട്ടകപക്ഷി എന്താണെന്ന് വെച്ചാൽ ഭീരുത്വമാണ് കേട്ടോ. അതായത് മണലാരണ്യങ്ങളിലെ വലിയൊരു പക്ഷി അല്ലെ. അപ്പൊ ഇത് കാറ്റ് വന്നാൽ എന്ത് ചെയ്യും? നേരെ പോയി തൻ്റെ തല ഇങ്ങനെ മണലിനകത്ത് പൂഴ്ത്തി വെക്കും. കൊടുങ്കാറ്റെല്ലാം പോയി കഴിഞ്ഞ് ഇവിടെ വല്ലതും സംഭവിച്ചായിരുന്നോ, ഞാനിത് എവിടെയാണെന്നുള്ള രീതിയിൽ പറന്നൊക്കെ വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയാണിത്, ഈ ഒട്ടകപക്ഷി മനോഭാവം. വിഡ്രോവൽ എന്ന് പറയുന്നത് ഭീരുത്വം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒന്നുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രവണത പിൻവാങ്ങൽ എന്നാണ്, വിഡ്രോവൽ അഥവാ പിൻവാങ്ങൽ എന്നാണ് പറയുക. അപ്പോൾ കുഞ്ഞുങ്ങളെ 4 ടോപ്പിക്കുകളാണ്. മിസ് ഇത് ഇത്ര നിസ്സാരമായിട്ട് പറഞ്ഞു പോയി, ഞങ്ങൾ എത്ര നിസ്സാരമായിട്ട് കാണും. അങ്ങനല്ല, പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളുടെ നോട്ട് നിങ്ങളുടെ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കുന്ന നോട്ട്സ് ഒക്കെ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അത് എടുത്തു വെച്ചൊരു 15 മിനിറ്റ് വായിച്ച് പഠിക്കണം. അഭിപ്രേരണ 15 മിനിറ്റ് വായിച്ച് പഠിക്കണം. അഭിക്ഷമത ഒരു 15 മിനിറ്റ്, പറ്റുമെന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കാമെങ്കിൽ ആ വേർഡ്സുകളൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. സമായോജന തന്ത്രങ്ങളിൽ ദമനം, പ്രക്ഷേപണം, യുക്തീകരണം, ഉദാത്തീകരണം, താതാത്മീകരണം, അനുപൂരണം, ഒട്ടകപക്ഷി മനോഭാവം, പിന്നെ എന്താണ് ആദേശം ചെയ്യലുണ്ട്. ആദേശം ചെയ്യലെന്ന് വെച്ചാൽ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നതിന് സമാനമായ തന്ത്രം. ഇവിടെ ഞാൻ മക്കളുമായിട്ട് ഗുസ്തി കൂടി നിങ്ങളുടെ അരികെ വന്ന് നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ആദേശം ചെയ്യൽ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സമായോജന തന്ത്രം. അങ്ങനെ 21 എണ്ണമാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിലോട്ട് ആ 21 സമായോജന തന്ത്രവും എഴുതി വയ്ക്കും. ആ 21 സമായോജന തന്ത്രം ദമനം, മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് കുഴിച്ചിടുന്നു. പ്രക്ഷേപണം, എൻ്റെ തെറ്റുകൾ മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നു. താതാത്മീകരണം, മറ്റുള്ളവരുടെ വിജയത്തിൽ അമിതമായ സന്തോഷം കണ്ടെത്തുന്നു. യുക്തീകരണം, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി മധുരിക്കുന്ന നാരങ്ങ ശൈലി തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. ഉദാത്തീകരണം, കുട്ടികളില്ലാത്ത വ്യക്തി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ആക്രമണം, മോഹഭംഗത്തിൽ നിന്നും ഉണ്ടാകുന്ന സമായോജന തന്ത്രം. ഈ രീതിയിൽ ഞാൻ പറഞ്ഞു പോകും, ഇങ്ങനെ പറയും. ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2-3-4 ദിവസം നിങ്ങൾ ഈ ഒരു മെത്തേഡ് അഭിപ്രേരണ മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓർക്കുക. ചോറുണ്ടുമ്പോഴോ അല്ലെങ്കിൽ തുണി അലക്കുമ്പോഴോ തുണി ടെറസിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകുമ്പോഴോ എപ്പോഴാണെങ്കിലും ഇത് അഭിപ്രേരണ. അഭിക്ഷമത, മിസ് പറഞ്ഞായിരുന്നല്ലോ 3 ടെസ്റ്റ് ഉണ്ട്. സാമാന്യ അഭിരുചി, സവിശേഷ അഭിരുചി, കായികക്ഷമത അഭിരുചി. ഇത് ഇങ്ങനെ ഓർക്കണം. ഇത് ശുഭം. ഈ 4 യൂണിറ്റ് ഇത്രയും പഠിക്കാനുള്ളത്. ഇതിൽ കൂടുതൽ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ എന്ന് വെച്ച് നിങ്ങളുടെ നോട്ടൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മളെ റിവിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യാം? ആ റിവിഷൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻസുമായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കണ്ടുമുട്ടാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അത്രയും യൂണിറ്റ് 13 യൂണിറ്റ് കഴിയുമ്പോൾ 13 യൂണിറ്റുമായിട്ട് വരാം. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നല്ല കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. നിങ്ങൾക്കില്ലാത്ത ഇപ്പം ഒരു പേടിയോടുകൂടി പോകുന്നൊരു സംഗതിയാണ് അയ്യോ സെറ്റാകുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, എല്ലാം സെറ്റാവും. നിങ്ങൾ തന്നെയാണ് നാളത്തെ അധ്യാപിക എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പഠിച്ചു പോവുക. ടെൻഷൻ അടിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ബാക്കിയുള്ള സബ്ജക്റ്റുകളും കൂടെ പഠിച്ചു പോവുക. മിസ് ടൈം ടേബിൾ തരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ കയ്യും കെട്ടിയിരിക്കരുത്, പഠിച്ചു പോവുക. ഇന്ന് ഞാൻ ഒരുപാട് ലേറ്റായി വീഡിയോ ഇടാൻ. ഇത്രയും ലേറ്റ് ആവില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കൊള്ളാം. അതിനൊരു സോറി പറയുകയാണ് കേട്ടോ. അവസാന സമയമാണല്ലോ, അതിനൊരു സോറി ഞാൻ പറയുകയാണ്. പിന്നെ നാളെ 28-ാം തീയതിയാണ്. നോ ഞായർ, നോ ഹോളിഡേ, നോ സൺഡേ ഈസ് ഹോളിഡേ എന്നൊക്കെ പറയുന്നത് ജോലി കിട്ടിയതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ നാളെ ഹോളിഡേ അല്ല. അപ്പോൾ നാളത്തെ 3 യൂണിറ്റുകൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, അതായത് ചിന്താധാരകളുണ്ടല്ലോ, ഘടനാവാദം, ധർമ്മവാദം, വ്യവഹാരവാദം ഇങ്ങനെ പറയുന്നത്. പിന്നെ ബുദ്ധി സിദ്ധാന്തങ്ങൾ, വൈകാരിക ബുദ്ധിമാപനം. അത് വളരെ സിമ്പിൾ, ഒന്നുമില്ല, നാളെ പഠിക്കാനുള്ളതാണ്. നാളെ ഞാൻ കുറച്ചുകൂടെ നേരത്തെ പറയാം. അപ്പോൾ ഏതൊക്കെ ഏരിയ ആണ് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ആ ഏരിയ ഒന്ന് വായിച്ച് പഠിച്ചു വയ്ക്കുക കേട്ടോ.
നമുക്ക് നോട്ട് തന്ന് പഠിപ്പിക്കാനും എലാബറേറ്റ് ആയിട്ട് പഠിപ്പിക്കാനും നേരമില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഇന്നതാണെന്ന് പറഞ്ഞു പോകുന്നത്. എന്തുണ്ടെങ്കിലും കമൻ്റ് ഇടുക. ഇത് എഫക്റ്റീവ് ആണെങ്കിൽ എഫക്റ്റീവ് ആണ്, മിസ് ചെയ്യുന്ന ഇടുക. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് രീതിയാണോ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ച കമൻറ്റ് എന്നോടൊന്ന് പറയാനൊരു സോഴ്സ് അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് പറയുക, മിസ് ഇന്ന രീതിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ് അതനുസരിച്ച് നമ്മുടെ രീതികളെ ഒന്ന് മാറ്റിപ്പിടിക്കാം. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പം നന്നായിരിക്കുക. ഒരു നല്ല സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു ആത്മാവബോധം, ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം. ഞാൻ സെറ്റാണ്, എനിക്ക് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി പഠിച്ചു പോകാം. ഇത്തിരി ലേറ്റായി അതിനൊന്നുകൂടെ സോറി ചോദിക്കുന്നു. നന്നായി പഠിച്ചു. ഈ 4 യൂണിറ്റ് ഇവിടെ ശുഭം ആണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.